നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടം പാലക്കാട് നഗരത്തിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത്. ആ 10 വർഷ കാലഘട്ടത്തിൽ ആദ്യത്തെ 2015-20 ഭരണസമിതിയിൽ വ്യക്തമായ കേവല ഭൂരിപക്ഷം ഞങ്ങൾക്കില്ലായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെല്ലാം തന്നെ UDF-ഉം LDF-ഉം ചേർന്ന് അട്ടിമറിക്കപ്പെട്ടു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തി വലിയ വികസന മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2020 തെരഞ്ഞെടുപ്പിൽ 28 സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിലേറി. ആ പാലക്കാട് നഗരത്തിന്റെ വികസന തുടർച്ചയ്ക്കായാണ് ഇത്തവണ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത്. ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ ബഹുമാനപ്പെട്ട പാലക്കാട് നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ജി നിങ്ങൾക്ക് മുമ്പാകെ ഇപ്പോൾ അവതരിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു സാഹചര്യം, UDF ഒരു പ്രകടന പത്രികയോടൊപ്പം തന്നെ ഒരു കുറ്റപത്രവും കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കുറ്റപത്രം എന്ന് പറയുന്നത് നുണകളുടെ ഒരു കൂമ്പാരമാണ്. ഇത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കണം എന്ന് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിലൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഈ നഗരസഭ ടൗൺ ഹാളിന്റെ പ്രവർത്തനം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടൗൺ ഹാളിന്റെ പ്രവർത്തനം 2015 അന്നത്തെ MLA ശ്രീമാൻ ഷാഫി പറമ്പിലാണ് ആ പദ്ധതി ഏറ്റെടുത്തത്. ഷാഫി പറമ്പിൽ രാജിവെച്ച ശേഷം ആ പദ്ധതി വീണ്ടും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടമാണ് ഈ പദ്ധതി ഞാൻ പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ്, ഞാൻ കൂടുതൽ പണം സർക്കാരിന്റെ നിന്ന് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. പാലക്കാട് ടൗൺ ഹാളിന്റെ പ്രവർത്തനം എന്ന് പൂർത്തീകരിക്കുമെന്ന് മുങ്ങിയ MLA വ്യക്തമാക്കേണ്ടതാണ്. രണ്ടാമത്തെ സംഗതി, മോയിൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് മോയിൻ സ്കൂൾ. തിരുവനന്തപുരത്ത് കോട്ടൺ ഹൈസ്കൂൾ, അതായത് കോട്ടൺ ഗേൾസ് ഹൈസ്കൂൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്നത്. ഈ പദ്ധതിയും 2014 ശ്രീമാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2025-ലാണ്. അന്ന് ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് അവര് അമ്മമാരായി, അവരുടെ മക്കൾ ഇപ്പൊ മോയിൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ പദ്ധതിയും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. നമ്മുടെ മോയിൻ സ്കൂൾ ഈ ഡിജിറ്റലൈസേഷൻ പദ്ധതി എന്ന് പൂർത്തീകരിക്കുമെന്ന് പാലക്കാട് MLA വ്യക്തമാക്കേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ പാലക്കാട്ടെ MLA എവിടെയുണ്ടെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പോ പാലക്കാട് ഇല്ലാതായിട്ട് ഏതാണ്ട് 12ാമത്തെ ദിവസമാണ്. പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരു പ്രതിനിധി ഇല്ലാതായിരിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനാണ്. അവരാണ് ഈ ഉത്തരം പറയേണ്ടത്. നാലാമത്തെ സംഗതി, നമുക്കറിയാം, വിക്ടോറിയ കോളേജിന് അടുത്ത് ഏതാണ്ട് 15 വർഷം ഒരു പണിതീരാത്ത ഒരു ഭാർഗവി നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം എന്നാണ് അതിന്റെ പേരെങ്കിലും അതിന്റെ പ്രവർത്തനം ഇന്നേ വരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആ സ്റ്റേഡിയം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ചില CPM-ന്റെ നേതാക്കന്മാരാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി ഈ ജന്മം തീർക്കാൻ സാധിക്കുമോ എന്ന് CPIM വ്യക്തമാക്കണം. അടുത്തത്, ഞാൻ
UDF ഇറക്കിയിട്ടുള്ള ഈ കുറ്റപത്രത്തിന്റെ ചില ചെറിയ സംഗതികൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് നരകം പണിത നഗരസഭ. 35 വർഷം ഈ നഗരം ഭരിച്ചിട്ടുള്ള UDF ഇതിൽ ചില ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് മാലിന്യ കുമ്പാരം, ഒരു വലിയൊരു മലയാണ് ഇട്ടിരിക്കുന്നത്. 35 വർഷം ഭരിച്ച കോൺഗ്രസ് അവിടെ നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലുള്ള മാലിന്യം അവർക്ക് നീക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഫോട്ടോ എവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് UDF നേതൃത്വം വ്യക്തമാക്കണം. കാരണം ഇപ്പോ ആ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോമൈനിങ് നടപ്പാക്കി എന്ന് മാത്രമല്ല, ഏതാണ്ട് 60% പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് നെറ്റിൽ ഇത്തരം ധാരാളം ഫോട്ടോസ് ലഭ്യമാകും. അപ്പൊ UDF ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത് പാലക്കാട്ടിലെ ഫോട്ടോ അല്ല, ഇത് എവിടുന്നോ നെറ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. ഇത്തരത്തിൽ UDFന്റെ കുറ്റപത്രം എന്ന് പറഞ്ഞ അച്ചടിച്ചിട്ടുള്ള ഒരു സംഗതി. അടുത്തത് അവർ പറഞ്ഞിരിക്കുന്ന കവർ പേജില് പാലക്കാട് പട്ടണത്തിലെ കുളങ്ങൾ പകുതി കാണാനില്ല, ഒരു പത്രവാർത്തയാണ്. ഈ വാർത്ത പാലക്കാട് നഗരസഭയിലെ കുളങ്ങൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 10-21 കുളങ്ങൾ പാലക്കാട് നഗരസഭ മുൻകൈയെടുത്ത് നവീകരിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ സ്വകാര്യ കുളങ്ങൾ ധാരാളം നികത്തി പോകുന്നുണ്ട്. അതിന് പാലക്കാട് നഗരസഭയല്ല അതിന് ഉത്തരവാദി, അത് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന ഈ കേരള സർക്കാരിന്റെ CPI അവരാണ് ഈ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അവരാണ്, ആ വകുപ്പാണ് പല കുളങ്ങളും നികത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. എത്ര കുളങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിൽ നികത്തി പോയിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നാണ് ഒരു അവകാശവാദം ഈ പറയുന്ന കുറ്റപത്രത്തിൽ. ഞാൻ UDFിലെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയം പിൻ പോയിന്റ് ചെയ്ത് ഇന്ന അഴിമതി നടന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ 5 വർഷക്കാലം ഒരു പ്രവൃത്തിയും ടെൻഡർ ഇല്ലാതെ നമ്മൾ പാലക്കാട് നഗരസഭയിൽ കൊടുത്തിട്ടില്ല. ഒരു പൈസയുടെ അഴിമതി ഇല്ലാതെയാണ് ഈ നഗരഭരണം മുന്നോട്ട് പോയത് എന്ന് മാത്രമല്ല, ഇന്ന് നഗരത്തിലെ UDFിലെ പല സ്ഥാനാർത്ഥികളും അവർ ബോർഡ് വെച്ചിരിക്കുന്നത് വികസന തുടർച്ചയ്ക്കായി അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ 4 കൗൺസിലർമാരുടെ പേര് പറയാം. ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ ബാബു മീരാൻ, അദ്ദേഹം ബോർഡ് വെച്ചിരിക്കുന്നത് വികസന തുടർച്ചയ്ക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ 47-ാം വാർഡ് സ്ഥാനാർത്ഥി മിനി ബാബു, വികസനം ഇനിയും തുടരണം. കോൺഗ്രസിന്റെ വലിയ നേതാവാണ് മിനി ബാബു. അവസാന നിമിഷമാണ് അവർ സീറ്റ് വാങ്ങി തിരുവനന്തപുരത്ത് നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. അവർ വെച്ചിരിക്കുന്നത് വികസനം തുടരണം, വികസന തുടർച്ചയ്ക്ക് അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. നൂറിലെ സ്ഥാനാർത്ഥി ശ്രീ വിപിൻ 40-ാം വാർഡിൽ നടത്തിയ വികസനത്തിന് സമാനമായ വികസനം നടത്താൻ എനിക്ക് വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും CPMന്റെയും കൗൺസിലർമാർ വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം തുടരാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിൽ ഒട്ടനവധി കളവ് നടക്കുന്നു എന്നാണ് വലിയൊരു വാദം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കളവ് നടത്തുന്നത് തടയാൻ നഗരസഭയുടെ എല്ലാ ഉത്തരവാദിത്വം അത് പോലീസിന്റെയാണ്. സാമാന്യ ബോധമുള്ള ഒരാളും ഇത്തരത്തിലൊരു കുറ്റപത്രം തയ്യാറാക്കില്ല. ഇതിനെ സംബന്ധിച്ച് ആരാണ് ഓരോ പ്രവർത്തിക്കും ഉത്തരവാദി എന്ന് മനസ്സിലാവാത്ത ആളുകളാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് നഗരസഭ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ഇവിടെ 177 ക്യാമറകൾ 56 സ്ഥലത്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാമറ നഗരമാണ് പാലക്കാട്. അത് പോലീസിനാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കുന്നത്. ഇതിന്റെ ഒരു ലൈവ് വെബ്കാസ്റ്റ് പോലീസിന്റെ SP ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, പാലക്കാട് നഗരത്തിൽ നടന്നിട്ടുള്ള എല്ലാ കളവുകളും അടുത്ത കാലത്ത് 48 മണിക്കൂറിനകം പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗരത്തിൽ മുഴുവൻ മാലിന്യ കുമ്പാരമാണ്. സത്യമാണ്, നഗരത്തില് മാലിന്യ കുമ്പാരം ഉണ്ടായിരുന്ന ഒരു കാലയളവ് ഉണ്ട്.
അതായത് 2015 വരെ ഈ നഗരത്തിൽ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ മാലിന്യ കുമ്പാരമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിക്കണം. നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയകളിൽ, നഗരത്തിന്റെ പ്രധാന റോഡുകളിൽ എവിടെയെങ്കിലും പൊതു ഇടങ്ങളിൽ നിങ്ങൾക്ക് മാലിന്യ കുമ്പാരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. ഭവന പദ്ധതി യാതൊരു വിധത്തിലുള്ള സംഗതി നടന്നിട്ടില്ല എന്നാണ് അവർ കുറ്റപത്രം പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീടുകൾ കൊടുത്തിട്ടുള്ള ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. സിഗ്നൽ ലൈറ്റിൽ അഴിമതി നടന്നു എന്നാണ് ഈ പറയുന്ന കുറ്റപത്രം പറയുന്നത്. കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു നഗരസഭയിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഇങ്ങോട്ട് വരുമാനം കിട്ടിയ ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. സത്യത്തിൽ ഇത് UDF ആണ് പറയേണ്ടത്. UDFന്റെ ഭരണകാലത്ത് ഏതാണ്ട് 10 വർഷക്കാലത്തേക്ക് ഇവിടുത്തെ ഒരു കരാറുകാരന് സൗജന്യമായി സിഗ്നൽ ലൈറ്റ് വെക്കാൻ കൊടുത്ത അതേ കരാറുകാരൻ ഇപ്പൊ ടെൻഡർ വിളിച്ചപ്പോ 50 ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞ് അദ്ദേഹം കോട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹത്തെക്കാട്ടും ഇരട്ടി സംഖ്യ കോട്ട് ചെയ്ത ആൾക്കാണ്, 1 കോടി രൂപ കോട്ട് ചെയ്ത ആൾക്കാണ് ഇപ്പൊ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭയ്ക്ക് 5 വർഷത്തിൽ ഓരോ വർഷവും ചെറിയൊരു ശതമാനം വർധനയുണ്ട്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിൽ പാലക്കാട് നഗരസഭയ്ക്ക് 1.25 കോടി രൂപയാണ് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു സിഗ്നൽ ലൈറ്റ് സംവിധാനമാണ് പാലക്കാട് സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ നഗരങ്ങളിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോടോ ഇല്ലാത്ത സംവിധാനമാണ് ഇന്ന് പാലക്കാട് നഗരസഭയിലുള്ള സിഗ്നൽ ലൈറ്റ് സംവിധാനം. പാലക്കാട് നഗരസഭ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാമറ നഗരം. പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതിൽ 87 നഗരസഭകളിൽ 1ാം സ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ നാപ്കിൻ ഇൻസിനറേറ്റർ. ഇവര് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അതായത് കുറ്റപത്രത്തില് എനിക്കത് വലിയ കൗതുകം തോന്നി. അതായത് കുറ്റപത്രത്തിലെ ഒരു 8ാമത്തെ പേജിൽ സ്ത്രീ സൗഹാർദ്ദം, സ്ത്രീകളുടെ സൗഹൃദപരമായ ഒരു മുനിസിപ്പാലിറ്റി ലക്ഷ്യമാക്കിയാണ് UDF വികസന രേഖാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. എന്താ അവർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. വികസന രേഖാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് സ്ത്രീകൾക്ക് സൗഹൃദപരമായ ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്. നഗരത്തിലെ പ്രധാന മേഖലകളിൽ സ്ത്രീകൾക്കായി വിശ്രമ കേന്ദ്രങ്ങൾ, ഷീ ടോയ്ലറ്റുകൾ, ബയോ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. UDF സത്യത്തിൽ വെക്കേണ്ടത് പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടി വെക്കുമെന്ന് അവരുടെ ഒരു എന്താ പറയാ ഒരു വികസന രേഖയിൽ വെച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിച്ചത് അതാണ്. സത്യത്തിൽ ഈ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് ഒരു മിനിമം കാര്യം UDFന്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവരുടെ MLAയുടെ അടുത്ത് ഒന്ന് പോലീസിനോടൊന്ന് കീഴടങ്ങാൻ പറയണം. 2 ഗുരുതരമായ കുറ്റങ്ങളാണ് പാലക്കാട് MLAക്കെതിരെ ഉള്ളത്. ബലാത്സംഗ കുറ്റമാണ്, ചില്ലറ കുറ്റമല്ല. 2 ബലാത്സംഗവും, 1 അബോർഷൻ, നിർബന്ധിത അബോർഷൻ. ഇവരാണ് സ്ത്രീ സൗഹൃദ നഗരസഭയെ സംബന്ധിച്ച് ഇവര് വാചാലമാകുന്നത്. അപ്പൊ ഇതൊക്കെ വെറും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നുണകളുടെ ഒരു കുമ്പാരമാണ് ഈ UDFന്റെ കുറ്റപത്രവും വികസന രേഖയും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെരുവോര കച്ചവടക്കാർക്ക് സഹായം കൊടുത്തിട്ടുള്ള നഗരസഭയാണ്. 13 കോടി രൂപയാണ് സഹായം നൽകിയത്. സ്വച്ഛ് ഭാരത് റാങ്കിംഗ് വൃത്തിയുടെ കാര്യത്തിൽ 3800 എന്ന ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ നിന്ന് ഇപ്പോ പാലക്കാട് നിൽക്കുന്നത് 338ാമത്തെ റാങ്കിങ്ങിലാണ്. സുകന്യ സമൃദ്ധി പദ്ധതിയിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ 1ാം സ്ഥാനത്താണ് പാലക്കാട് നിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പദ്ധതികളിൽ കൂടുതൽ ഗുണഭോക്താക്കളെ ചേർത്തതിൽ കേരളത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് പാലക്കാടാണ്. അങ്ങനെ ഒട്ടനവധി 1ാം സ്ഥാനമാണ് പാലക്കാട് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സത്യത്തിൽ വലിയ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. പിണറായി വിജയന്റെ സർക്കാർ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാലക്കാടിന് പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചറിൽ 1ാം സ്ഥാനം ലഭിച്ച സമയത്ത് ഇനി ഇതിലും വലിയൊരു അംഗീകാരം പാലക്കാട് നഗരസഭയ്ക്ക് കിട്ടാനില്ല എന്ന് കരുതിയതാണ്. ഒരു കാര്യം 100% ഉറപ്പാണ്, ഭാരതീയ ജനതാ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നഗരസഭ വിജയിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ MP
പല സംഗതികളും ഈ കുറ്റപത്രമൊക്കെ ഇറക്കുന്ന സമയത്തും അവരുടെ വികസന രേഖ ഇറക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബഹുമാന്യനായ പാലക്കാട് MP വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നത് കണ്ടു. അദ്ദേഹം ചെയ്യേണ്ട ഒരു മിനിമം സംഗതി രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് ഒളിവിൽ എന്ന് അദ്ദേഹം പോലീസിനൊന്ന് അറിയിക്കണമെന്നൊരു അപേക്ഷ മാത്രമാണ് വെക്കാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം മുതൽ ഇവിടെ പല പത്രസമ്മേളനങ്ങളിൽ സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്. 2015 മുമ്പ് ഇവിടെ പാലക്കാട് ഭരണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2010 മുതൽ 2015 വരെ നടന്നിട്ടുള്ള ആ UDFന്റെ ഭരണം പല കേന്ദ്രങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു 2 ഉദാഹരണം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇന്ന് പാലക്കാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറയുന്നത് നിരഞ്ജൻ റോഡാണ്. ആ റോഡ് അവിടെ പരസ്യം വെക്കാനായി 2014 അന്നത്തെ UDF ഭരണം തികച്ചും സൗജന്യമായി 10 വർഷക്കാലത്തേക്ക് അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു, സൗജന്യമായിട്ട്. എനിക്ക് 100% ഉറപ്പുണ്ട് ആ റോഡ് ഇന്ന് നഗരസഭയുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം രൂപ ആ റോഡിൽ നിന്ന് മാത്രം ലഭിക്കുമായിരുന്നു. 10 വർഷം എന്ന് പറയുമ്പോൾ 1 കോടി രൂപ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കമ്മീഷൻ ഏജന്റുമാരാണ് ഈ നഗരസഭ 2015 മുമ്പ് ഭരിച്ചിരുന്നത്. ആ കമ്മീഷൻ ഏജന്റുമാർ ഇത്തവണ വീണ്ടും അവര് പല വാർഡുകളിലും അവര് കുപ്പായം തുന്നി മത്സരിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ കമ്മീഷൻ ഏജന്റുമാർ വരുന്നതിന് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഈ നഗരസഭ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരഞ്ജൻ റോഡ് മാത്രമല്ല, 15 വർഷക്കാലം സിഗ്നൽ ലൈറ്റ് സൗജന്യമായിട്ട് ഒരു വ്യക്തിക്ക് കൊടുത്തതാണ്. ഇന്ന് ആ സിഗ്നൽ ലൈറ്റിൽ നിന്ന് 5 വർഷത്തേക്ക്, സിഗ്നൽ ലൈറ്റ് കൊടുത്തത് 15 വർഷക്കാലത്തേക്കാണ്, 5 വർഷക്കാലത്തേക്ക് 1.25 കോടി രൂപയാണ് നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി ഈ നഗരസഭാ ഇലക്ഷൻ നേരിടുകയാണ്. ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 35 സീറ്റാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നഗരസഭ ഭരണം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവരുടെ ഈ നുണകളുടെ കുമ്പാരം ഇത് പൊതുജന മധ്യത്തിൽ ഇത് പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം. നന്ദി, നമസ്കാരം. MLA എവിടെ ഉണ്ടെന്നുള്ളത് പറയണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവര് MLA ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നാണ് അല്ല, അത് വളരെ എളുപ്പമാണ്. അപ്പൊ ഇത്രയും കാലം ആ MLA കൊണ്ടു നടന്ന് ആഘോഷിച്ച ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൈ കഴുകാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ്. അതായത് ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. കെ മുരളീധരൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ സഹോദരിമാർ മുതൽ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെ എളുപ്പത്തിൽ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ആളല്ല എന്ന് പറയാൻ സാധിക്കില്ല. തലയിലേറ്റി നടന്ന ആളുകൾ ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അവര് പാലക്കാട് ജനതയോട് മാപ്പ് പറയേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരാളെ പാലക്കാട് കൊണ്ടുവന്ന് ഇത്രയും നീചമായ പ്രവൃത്തി നടത്തിയ ഈ MLA നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അനന്തരഫലം നമ്മൾ അനുഭവിക്കുന്ന പാലക്കാട്ടെ ജനങ്ങളാണ്. അപ്പൊ ഈ കോൺഗ്രസ് നേതൃത്വമാണ് മാപ്പ് പറയുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം വടക്കന്തറ മൈതാനത്ത് നിന്ന് ആരംഭിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് റോഡ്, ഓവർ ബ്രിഡ്ജ്, GB റോഡ് വഴി സുൽത്താൻപേട്ട 1 പോയിന്റിൽ സമാപിക്കും. എല്ലാവർക്കും ഒരേ പോയിന്റ് തന്നെയാണ്. 3 പോയിന്റ്. അതെ. സ്റ്റേഡിയമായിരുന്നു. ഇത്തവണ ഈ 2 റോഡും മറ്റേ വൈകുന്നേരത്തിലൂടെ അടയ്ക്കാൻ സാധ്യതയുണ്ട്. ഒരു 4:30 മണിയോടെ ഇങ്ങോട്ട് വിക്ടോറിയയിൽ നിങ്ങോട്ടും ബാക്കി ഗതാഗതം മറ്റു ഭാഗങ്ങളിലൂടെ വരും.